നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, പലരും ഈ സ്വർണം കാലിൽ അണിയുന്നവരായിരിക്കും, സ്വർണ്ണ പാദസരങ്ങൾ. അല്ലാത്തവരും ഉണ്ട് കേട്ടോ, വെള്ളി ആഭരണങ്ങൾ അണിയുന്നവരുണ്ട്. പക്ഷെ സ്വർണം കാലിൽ അണിയാനായിട്ട് പാടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. കുറച്ച് പേരൊക്കെ അത് പാടില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. ഇതൊന്നും നോക്കാതെ കാലിൽ യഥേഷ്ടം സ്വർണ്ണാഭരണങ്ങൾ, സ്വർണ്ണ പാദസരം അണിയുന്നവരുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ പാടില്ല എന്ന് പറയുന്നത്, അതേക്കുറിച്ചാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. ഇപ്പം പണ്ടൊക്കെ, ഇപ്പം എത്രയൊക്കെ സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണെങ്കിലും പണ്ട് കാലത്ത് ഈ കാലിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കാറില്ല, വാങ്ങില്ല. വെള്ളി ആഭരണങ്ങൾ ഇടുക, നിറയെ മുത്തുകൾ പതിപ്പിച്ചിട്ടുള്ള വെള്ളിക്കൊലുസൊക്കെയാണ് കാലിലിട്ട് നടക്കുക. മുതിർന്നവർ മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്ക് വെള്ളി കൊണ്ടുള്ള തളകളൊക്കെയാണ് കാലിലേക്ക് പണിയിപ്പിക്കുക. അരയിലേക്കാണെങ്കിലും വെള്ളി നൂലൊക്കെയാണ് ഉണ്ടാകുക. അപ്പം എന്തുകൊണ്ടാണ് അത്രയും, അവർക്ക് ഇപ്പോൾ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടായിരിക്കും, സ്വർണം വാങ്ങാനുള്ള പൈസയൊക്കെ ഉണ്ടായിരിക്കും, എന്നാലും പണ്ടുള്ളവർ അങ്ങനെ വാങ്ങിച്ചിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്ന് കയ്യിൽ കാശുണ്ടെങ്കിൽ ഏത് ആഭരണങ്ങളും നമ്മൾ സ്വർണത്തിൻ്റെ വാങ്ങാറുള്ളതാണ്. അപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ കാലിലിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്ന ഒരു പ്രത്യേക ആചാരമുണ്ട് കേട്ടോ. വിവാഹത്തിൻ്റെ സമയത്ത്, താലികെട്ടിൻ്റെ സമയത്ത്, ഇപ്പോൾ വിവാഹത്തിന് ആഭരണങ്ങളൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ പൈസ കയ്യിലുണ്ടെങ്കിൽ സ്വർണം കൊണ്ടുള്ള പാദസരം കൂടെ വാങ്ങാറുണ്ട്. പക്ഷെ അത് ആ താലികെട്ടിൻ്റെ സമയത്ത് കാലിൽ അണിയാറില്ല. അത് കഴുത്തിലൊരു മാല പോലെ അണിയാറാണ് പതിവ്. താലികെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കാലിൽ അണിയാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ചെയ്തിട്ടുള്ളവരും നിരവധി ഉണ്ടായിരിക്കും. അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു സമയത്ത് മാത്രം അത് കാലിലണിയാത്ത, ബാക്കി സമയത്ത് അതെന്താ കാലിലണിഞ്ഞുകൊണ്ട് ദോഷമൊന്നും സംഭവിക്കില്ലേ? അപ്പം അതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. സ്വർണ്ണാഭരണം, സ്വർണ്ണ പാദസരം കാലിൽ അണിയാനായിട്ട് പാടുണ്ടോ, എന്തുകൊണ്ടാണ് അത് അരുത് എന്ന് പറയുന്നത്. അപ്പം അതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അത് കൂടാതെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഒരു വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണയെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. ഭഗവാൻ ഇരിക്കുന്നുണ്ട്, തൊട്ടടുത്തായിട്ടാണ് വെണ്ണക്കുടമൊക്കെ ചാർത്തിയിരിക്കുന്നത് കേട്ടോ. അതിൽ നിന്ന് നിറയെ വെണ്ണ എടുത്തിട്ട് ഇങ്ങനെ വയറു നിറയെ ഭഗവാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഭഗവാൻ ഇരിക്കുന്നത് ശ്രീലകത്തൊന്നുമല്ല കേട്ടോ, ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ടാണ്. വൃന്ദാവനത്തിലെ കൂട്ടുകാരൊക്കെ കൂടെ ഉണ്ട്. എല്ലാവരും കൂടെ ഒരു വീട്ടിൽ കയറിയിട്ട്, ഒരു ഗോപികയുടെ വീട്ടിൽ കയറിയിട്ട് അവിടെ നിന്ന് വെണ്ണക്കുടമൊക്കെ മോഷ്ടിച്ചിട്ട്, അതിലാണെങ്കിൽ നിറയെ വെണ്ണയുണ്ട്. അപ്പം എല്ലാവരും കൂടെ അതിങ്ങനെ താങ്ങി പിടിച്ചിട്ട് ആരും കാണാതെ ഒരു മൂലയിൽ വന്നിരുന്നിട്ട്, ഒരു മരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ കയ്യിലാണ് ഈ വെണ്ണക്കൂടെ ഇരിക്കുന്നത്. അപ്പൊ കൂടെ ഉള്ളവർക്കൊക്കെ നന്നായി കൊതി വരുന്നുണ്ട് ആ വെണ്ണ ഇങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട്. പക്ഷെ ഭഗവാനാണല്ലോ ആദ്യം അത് നൽകേണ്ടത്, ആദ്യം ഭഗവാന്റെ കയ്യിലാണല്ലോ ഉണ്ടാകുക. എല്ലാവർക്കും ഭഗവാൻ എടുത്ത് കൊടുക്കുക. അപ്പോൾ വേഗം തരൂ കണ്ണ, ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. ഇപ്പൊ എല്ലാവരും ഓടി വരും. അമ്മയൊക്കെ ഓടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വഴക്കായി, ബഹളായി. അപ്പൊ അതിനേക്കാൾ മുന്നേ നമുക്കിത് തീർക്കാം, അതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരോടും ഒന്ന് കാത്തിരിക്കാൻ പറയാം. അതെ, ഈ വെണ്ണ ചിലപ്പോൾ പഴകിയതാണെങ്കിലോ, നിങ്ങളുടെ വയറിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാലോ, അപ്പൊ ഇത് പഴകിയതാണോ, ഇത് നല്ലതാണോ, അതോ കേടുവന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആദ്യം കഴിച്ചിട്ട് നിങ്ങൾക്ക് തരുന്നത് എന്ന് പറയുക ഭഗവാൻ. ശരിക്കും അതിനൊന്നും വേണ്ട. അപ്പൊ കുട്ടികൾക്കാണെങ്കിലോ ഇത് കേട്ട് കഴിഞ്ഞാൽ, ഓ ഭഗവാനെ ഞങ്ങളുടെ അടുത്ത് എന്തൊരു കരുതല, അങ്ങനെയല്ലേ ചിന്തിക്കുക. പക്ഷെ ഭഗവാൻ അങ്ങനെയൊന്നുമല്ല. അപ്പൊ ആദ്യം ഈ ഒരു പേരും പറഞ്ഞിട്ട് കുറച്ച് കഴിക്കാം, പിന്നെ അവർക്ക് കൊടുക്കുന്ന സമയത്ത് പിന്നെയും കഴിക്കാം. അപ്പൊ തനിക്കാണ് ഏറ്റവും കൂടുതൽ കഴിക്കാനായിട്ട് കിട്ടുക. അപ്പൊ അതുകൊണ്ടും കൂടിയിട്ടാണ് കേട്ടോ ഭഗവാൻ അങ്ങനെയൊക്കെ പറയണത്. എന്നിരുന്നാലും ഭഗവാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ കുട്ടികൾ അനുസരിക്കും. അപ്പം അതിനുവേണ്ടി അവർ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ വേഗം ഈ വെണ്ണയൊക്കെ കഴിച്ച് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ കുടം അതേപോലെ അങ്ങനെ കൊണ്ടുവയ്ക്കാനാണേ, അല്ലെങ്കിൽ ചീത്ത കേൾക്കില്ലേ. അപ്പം അതിൽ കുറേ കല്ലും മണ്ണും ഒക്കെ നിറച്ചിട്ട് അങ്ങനെ കൊണ്ടുവയ്ക്കാനുള്ള പദ്ധതിയാണ് എല്ലാവർക്കും കൂടിയിട്ട്. അപ്പോൾ ആ വെണ്ണയൊക്കെ കഴിച്ച് തീർക്കുന്ന ആ ഒരു തിരക്കിലാണ്, തൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കുന്ന ഒരു തിരക്കിലാണ് നമ്മുടെ ഭഗവാൻ ഇന്നലെ. അപ്പോൾ വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഭഗവാൻ അലങ്കാരത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭഗവാനിൽ നിന്ന് കുറച്ച് വെണ്ണ നമുക്ക് നൽകണേ ഗുരുവായൂരപ്പ എന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വെണ്ണക്കണ്ണനാകുന്ന ഭഗവാന്റെ രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി തൊഴുത് നമസ്കരിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങൾ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് സ്വർണം അണിയുന്നതിനെ കുറിച്ച് പറയാം കേട്ടോ. നമ്മുടെ കാലുകളിൽ
അങ്ങനെ ചെയ്യരുത് എന്ന് തന്നെയാണ് പറയണത്. ഇപ്പോൾ വിവാഹം നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു താലികെട്ടിൻ്റെ സമയത്ത് കതിർ മണ്ഡപത്തിലെ മാത്രമല്ല കേട്ടോ, അല്ലാതെയുള്ള സമയങ്ങളിലും കാലിലെ സ്വർണം അണിയരുത് എന്നാണ് പറയുക. അതിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും. കാരണം സ്വർണത്തെ നമ്മൾ മഹാലക്ഷ്മി എന്നാണ് പറയുക. മഹാലക്ഷ്മിയെ നമ്മുടെ പാദങ്ങളിലായിട്ട് സ്പർശിക്കാനായിട്ട് നമ്മൾ ആരെങ്കിലും സമ്മതിക്കൂ? ഇല്ലല്ലോ. അത് തന്നെയാണ് സങ്കല്പമായിട്ട് പറയുന്നത് കേട്ടോ. ഒരു വ്യക്തിയുടെ ശരീരത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കും. അത് ഈ കഴുത്തിന് മുകളിലുള്ള നമ്മുടെ ശിരസ്സുണ്ടല്ലോ, അത് സ്വർഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് പറയാം. പിന്നെ ഈ കഴുത്തു മുതൽ അര വരെയുള്ള ഭാഗം ഭൂമിയാണ്. അവിടെ നിന്ന് അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗം പാതാളത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ അരയ്ക്ക് മുകളിലുള്ള ഭാഗമാണ് നല്ല വശങ്ങൾ എന്ന് പറയും. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് അണിയാം. അരയിലോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെള്ളിനൂല് എന്നാണ് പറയുക. കുട്ടികൾക്കും അരയിൽ വെള്ളിനൂലാണ് അണിയിച്ചു കൊടുക്കുക. പിന്നെ അവിടുന്ന് നമ്മൾ കാലിലാണെങ്കിലും സ്വർണം അണിയരുത്. മഹാലക്ഷ്മിയെ കാലിൽ അണിയുന്നു എന്നുള്ള, അല്ലെങ്കിൽ മഹാലക്ഷ്മി നമ്മുടെ കാലിൽ വന്നിട്ട് സ്പർശിക്കുന്നു, അപ്പോൾ മഹാലക്ഷ്മി സ്വർണ്ണമാണ്, സ്വർണ്ണ മഹാലക്ഷ്മിയാണെന്ന് പറയും. അതുകൊണ്ടാണ് അങ്ങനെ അണിയരുതെന്ന് പറയാം. പിന്നെ ഈ കാല് അല്ലെങ്കിൽ കാൽപാദങ്ങൾ എന്ന് പറയുന്നത് ഈ താഴ്ഭാഗം പാതാളമായിട്ടാണല്ലോ സങ്കല്പിക്കുന്നത്. അപ്പോൾ പാതാളത്തിൽ ഇപ്പോൾ നാഗങ്ങൾ വിഷമയമുള്ള ഒരു ഭാഗമാണ്. അപ്പം അതുകൊണ്ടാണ് അവിടെ സ്വർണം സ്പർശിക്കരുത് എന്നും കൂടെ പറയുന്നത് കേട്ടോ. പിന്നെ ഈ സ്വർണത്തെ നമ്മൾ ആരാധിക്കണം. അതെന്തുകൊണ്ടാണ്? മഹാലക്ഷ്മി ആയതുകൊണ്ട്. അത് ധനമാണ്, ധനമായിട്ടുള്ളതെല്ലാം മഹാലക്ഷ്മിയാണെന്ന് പറയുക. ഇപ്പോൾ നമ്മുടെ ഗുരുക്കന്മാരെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് മുതിർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉയർന്നു നിൽക്കുന്ന മഹത് വ്യക്തികളെയൊക്കെ നമ്മൾ ആരാധിക്കാറുണ്ട്. അവരെ കാണുമ്പോൾ നമ്മളൊന്ന് നമസ്കരിക്കും, അല്ലെങ്കിൽ ഒരു നമസ്കാരം പറയും, അല്ലെങ്കിൽ ഒന്ന് ശിരസ് നമിച്ചിട്ട് ഒന്ന് തൊഴും, അങ്ങനെയൊക്കെ ചെയ്യും. സജ്ജനങ്ങളെ കാണുമ്പോഴൊക്കെ നമ്മൾ ലജ്ജ കൂടാതെ വന്ദിക്കണം എന്നാണ് പറയുക. അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെയാണ്. അപ്പോൾ അറിയാതെ ഇപ്പോൾ അവരുടെ കാലിലൊക്കെ ഒന്ന് ചവിട്ടി, ഇപ്പോൾ തൊഴാനൊക്കെ നിൽക്കുന്ന സമയത്ത് സ്ഥിരം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. തിക്കും തിരക്കിലൊക്കെ പ്രായമായവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അറിയാതെയൊക്കെ അവർ കാലിലൊക്കെ ഒന്ന് ചവിട്ടും. അപ്പോൾ നമ്മളൊന്ന് തൊട്ട് നെറുകിൽ വെക്കും. പിന്നെ വ്യക്തികളെ മാത്രമല്ല കേട്ടോ, നമുക്ക് ബഹുമാനം തോന്നും. ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ നമുക്ക് അറിവ് പകർന്ന് നൽകുന്നത് എല്ലാം സരസ്വതി ദേവിയാണ്. അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് അറിയാതെയൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ തൊട്ട് നിറയിൽ വയ്ക്കും. ഇപ്പോൾ കുട്ടികളാണ് അങ്ങനെ ചെയ്തെങ്കിലും കൂടെ അയ്യോ കുട്ടി പുസ്തകം ഒന്നും ചവിട്ടാൻ പാടില്ല, തൊട്ട് നിറയിൽ വയ്ക്കും എന്ന് പറയും. അതൊക്കെ നമ്മൾ അവരെ ആരാധിക്കുന്ന രീതിയാണ്. അതേപോലെ തന്നെയാണ് ഈ സ്വർണം എന്നും പറയണത്. അത് അറിയാതെ നമ്മൾ ചവിട്ടിയാൽ, താഴെ വീണ് കഴിഞ്ഞാൽ ഒക്കെ തന്നെ നമ്മളത് ആ ഒരു ബഹുമാനത്തോട് കൂടിയിട്ടാണ് അതിനെ പരിചരിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വർണം കാലിൽ അണിയുന്നതും നല്ലതല്ല, അത് മഹാലക്ഷ്മിയെ അനാദരിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നത് കേട്ടോ. സ്വർണത്തിന് പകരമായിട്ട് വെള്ളിയാഭരണങ്ങൾ അണിയാം. സ്വർണ്ണമാണ് അണിയാനായിട്ട് പാടില്ല എന്ന് പറയണം. നിരവധി പേര് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ വീഡിയോ കേട്ട് കഴിഞ്ഞാലും ചെയ്യുന്നവരുണ്ടായിരിക്കാം. എന്നിരുന്നാലും അത് ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ പറയുന്നു എന്ന് മാത്രം കേട്ടോ. അത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു സംശയം വന്ന സ്ഥിതിക്ക് അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കാലിൽ വെള്ളി അണിയുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. കാരണം സൂര്യൻ്റെ പ്രതീകമായിട്ടാണ് സ്വർണത്തെ കാണുക. സ്വർണം ചൂടാണ്, സൂര്യൻ ചൂടാണല്ലോ. പക്ഷെ വെള്ളി അങ്ങനെയല്ല. വെള്ളിയെ ചന്ദ്രനുമായിട്ടാണ് ഉപമിക്കുക. ചന്ദ്രനാണെങ്കിൽ തണുപ്പാണ്. അപ്പം നമ്മുടെ ശരീരത്തിന് ഒരു തണുപ്പ് നൽകുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ കാലിലൊക്കെ ഇത് അണിയുന്ന സമയത്ത് അത് ഉരയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ സ്വർണം ഉണ്ടാക്കും എന്നും കൂടെ ഇപ്പം ആയുർവേദത്തിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കൂടുതൽ അറിയുന്നവരെ അതേക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പാദങ്ങളിലുള്ള മർമ്മസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ വെള്ളിയുടെ ആഭരണങ്ങൾ അണിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണ്. ഇപ്പോൾ യുവത്വമൊക്കെ നിലനിർത്താനായിട്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ നാഡീ സംബന്ധമായിട്ടുള്ള ഇപ്പോൾ വേദനകൾ, നടുവേദന, അപ്പോൾ ഇതിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നടുവേദന ഉള്ളവര് വെള്ളിയാഭരണം ഇട്ട് കഴിഞ്ഞാൽ അത് മാറുന്നല്ല ഉദ്ദേശിക്കുന്നത്. ചെറിയ ചെറിയ അംശങ്ങളായിട്ട് ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെയും കൂടെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ മർമ്മശാസ്ത്രം അതിലൊക്കെ കൃത്യമായിട്ട് ഇതേക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറിയാവുന്നവരെ അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ വെള്ളിയൊക്കെ അണിയുന്നത് വളരെ നല്ലതാണെന്നാണ് പറയാറ്. അണിയണം എന്ന് തന്നെ പറയാറുണ്ട് കേട്ടോ. കാലം ഒന്നും അണിയാതിരിക്കില്ല, വെള്ളിയാഭരണങ്ങൾ അണിയണം എന്ന് തന്നെ പറയാറുണ്ട് നമ്മുടെ ശരീരത്തിന്. ഇപ്പോൾ പണ്ട് കാലത്തുള്ളവർ ഞാൻ പറഞ്ഞു നിറയെ മുത്തുകളൊക്കെയുള്ള ഈ വെള്ളിയാഭരണങ്ങളൊക്കെയാണ് കാലിൽ അണിയുക. അങ്ങനെ അണിയുന്നത് കൊണ്ട് പണ്ട് കാലത്തുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, സ്ത്രീകളൊക്കെ ഇപ്പോഴും നല്ല ചുറുചുറുക്കോട് കൂടിയിട്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ അധികം പ്രായമൊന്നും തോന്നിക്കില്ല. അവരുടെ പ്രായത്തിനനുസരിച്ചുള്ളത് അവരെ തോന്നിപ്പിച്ചു എന്ന് വരില്ല. നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് അവർ ആ ഒരു യുവത്വം അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഇപ്പോൾ വാർദ്ധക്യത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും ആവില്ല അവർക്ക് കാണുക. അപ്പോൾ ഇതും ഒരു കാരണമാണ് എന്ന് തന്നെയാണ് പറയണത്. നേരെ മറിച്ച് ഇന്നത്തെ കാലത്ത് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് നടക്കുന്നവർക്ക് അവർക്ക് പ്രായം ആയിട്ടില്ലെങ്കിലും വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് അവർ പ്രകടിപ്പിക്കുക. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. ഇതാണ് കാരണം എന്നല്ല പറയണത്, ഈ ഒരു കാര്യം കൂടെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയണത്. അപ്പം അതുകൊണ്ടൊക്കെയാണ് സ്വർണം അണിയരുത് എന്ന് പറയണത് കാലില്. പിന്നെ അത് മാത്രമല്ല, പണ്ട് കാലത്ത് നോക്കൂ, ഈ വീടിന് പുറത്ത് കുളത്തിലെ ജലാശയങ്ങളിലൊക്കെ പോയിട്ടാണ് കുളിക്കുക, അതുപോലെ തന്നെ തുണികളൊക്കെ കഴുകിയിടുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ കാലിൽ ഈ സ്വർണം അണിഞ്ഞുകൊണ്ട് പോകുമ്പോൾ അതവിടെ പോകാനുള്ള നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്മൾ ഈ പറമ്പിലൂടെ അല്ലെങ്കിൽ റോഡിലൂടെ ഒന്നും നടന്നു പോകുന്ന പോലെ അല്ലല്ലോ, അതൊന്ന് താഴെ വീണ് കഴിഞ്ഞാൽ കാണാം. ജലാശയങ്ങളിൽ ഇപ്പോൾ കുളത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് തിരികെ ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം നഷ്ടപ്പെടാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇത്രയും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണം പോലെ വിലപിടിപ്പുള്ളത് കാലിൽ അണിയാതിരിക്കുന്നത് എന്നും ഒരു കൂട്ടർ പറയാറുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഈ പണ്ടുള്ളവരെ പറയുന്ന കാര്യങ്ങൾ അതൊന്നും വെറുതെ ആവില്ല. നമുക്കതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം അറിയാത്തത് കൊണ്ടാണ് അവരത് ശാസ്ത്രീയമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ പേടിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും ഓരോ കാര്യങ്ങളിൽ ഓരോരുത്തരിലേക്ക് പറഞ്ഞു കൊടുക്കുക. അതിന് കാരണം ഉണ്ടായിരിക്കും, അതറിയാത്തത് കൊണ്ട് നമ്മളിങ്ങനെ അതിനെ വിമർശിക്കുന്നേ ഉള്ളൂ. എന്തായാലും ആ പഴമക്കാർ പറയുന്നതിലെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും, അത് നിശ്ചയമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ കാലിൽ സ്വർണം അണിയാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പല ചിത്രങ്ങളും കാണാറുണ്ട്, ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ കാണാറുണ്ട്. അതിലൊക്കെ അവർ കാലിൽ സ്വർണ്ണപാദസരം അണിഞ്ഞിട്ട് തന്നെയാണ് കാണുന്നത്. വിലപിടിപ്പുള്ള മുത്തുകൾ, പവിഴങ്ങൾ ഇതൊക്കെ പതിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും ആ സ്വർണ്ണപാദസരമൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദേവീദേവന്മാരുടെ കാലുകളിൽ അത് അണിയുന്നത്? അങ്ങനെ ഒരു ചോദ്യം കൂടെ ഇതിനോടൊപ്പം വരാം. അപ്പോൾ അതേക്കുറിച്ചും പറയാട്ടോ. അവർ ദേവീദേവന്മാരാണ്, അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. നമ്മളൊക്കെ മനുഷ്യരാണ്, സാധാരണ മനുഷ്യർ. നമ്മുടെ ശരീരത്തെ വേർതിരിക്കുന്നത് പോലെ ഇത് സ്വർഗം അല്ലെങ്കിൽ ഭൂമി, പാതാളം എന്നുള്ള ആ ഒരു വേർതിരിവ് ദേവീദേവന്മാർക്കില്ല. അവരുടെ ശരീരം മുഴുവനായിട്ടും സ്വർഗ്ഗമാണ്, അമൃതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ ഏത് ഭാഗത്ത് സ്വർണം അണിഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. നമുക്കാണ്, നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ് അങ്ങനെ പറയണത്. നമുക്ക് സാധാരണ മനുഷ്യരാണ്. ദേവീദേവന്മാർ അപ്പോൾ അവർ പറയുന്ന രീതിയിൽ തന്നെയില്ലേ, അവരെല്ലാം തികഞ്ഞവരാണ്. അവരുടെ ശരീരം മുഴുവനായിട്ട് സ്വർഗത്തിന് തുല്യമാണെന്നാണ്. അത്രയും അമൃതാണ്, അത്രയും മൂല്യമുള്ളതായതുകൊണ്ട് അവർക്ക് എവിടെ വേണമെങ്കിലും അവർക്ക് ആഭരണങ്ങൾ അണിയാം. പിന്നെ ഒരു ചോദ്യം വരുന്നത്, ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ശബരിമലയിലെ 18-ാം പടിയൊക്കെ സ്വർണം കെട്ടിയിട്ടാണ്, സ്വർണ്ണപ്പടികളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്വർണം കാലിൽ അണിയാൻ പാടില്ല എന്ന് പറഞ്ഞു? അപ്പോൾ സ്വർണത്തിൽ ചവിട്ടാനായിട്ട് പാടുണ്ടോ? അങ്ങനെയും ഒരു ചോദ്യം വരാലോ. അപ്പോൾ അതേക്കുറിച്ചും പറയാം. ഈ സ്വർണം അവിടെ പടികളായിട്ട് പണിതിട്ടുണ്ടെങ്കിൽ അതിനെ സ്വർഗമായിട്ടാണ് സങ്കല്പം. അപ്പോൾ ഓരോ ഭക്തരും അവിടേക്ക് ചെല്ലുമ്പോൾ സ്വർഗത്തിലേക്ക് എത്തുന്ന ആ ഒരു പ്രതീതിയാണ് ഉണ്ടാകുക. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ തന്നെ നോക്കൂ, കഠിനമായിട്ടുള്ള വ്രതനിഷ്ഠാനങ്ങളോട് കൂടിയിട്ടാണ് പോകുന്നത് ഓരോ ഭക്തരും. അവിടേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ തത്വമസി അങ്ങനെ ഒരു പൊരുൾ കൂടെ അവിടെ അറിയാനായിട്ടുണ്ട്. അതായത് ഭഗവാൻ തന്നെയാണ് നാം ഓരോരുത്തരും, മല കയറുന്ന ഓരോ ഭക്തനും ഓരോ അയ്യപ്പൻ എന്ന് തന്നെയാണ് പറയുക അല്ലെ, സ്വാമിമാർ എന്നാണ് അവരെ പറയുക. അപ്പോൾ അവർ ഭഗവാനാണ്, അയ്യപ്പനാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചൈതന്യം, ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ടാണ് വ്രതം എടുക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ഭഗവാനാകുകയാണെങ്കിൽ, ഭഗവാനായിട്ടാണ് അവിടേക്ക് ചെല്ലുന്നതെങ്കിൽ പിന്നെ ആ സ്വർണ്ണപ്പടിയിൽ ചവിട്ടിയത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ല. ഭഗവാൻ ചവിട്ടാലോ, അതിന് വേണ്ടിയിട്ടാണ് വ്രതാനുഷ്ഠാനങ്ങളുടെ ഇത്രയും കൃത്യമായിട്ട് വ്രതം എടുക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഭഗവാനായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനല്ലാട്ടോ, എനിക്ക് പോകാനായിട്ട് സാധിക്കില്ല. വ്രതം എടുക്കുന്നവരുടെ, മല ചവിട്ടുന്നവരുടെ കാര്യമാണ് പറയണത്. അപ്പം അതുകൊണ്ട് തന്നെ ഭഗവാനായി കഴിഞ്ഞാൽ പിന്നെ സ്വർണ്ണത്തിൽ ചവിട്ടിയാൽ എന്താണ് വിരോധം? അതാണ് പറയണത്. സാധാരണക്കാരും സ്വർണ്ണത്തിൽ ചവിട്ടുകയോ സ്വർണം വലിച്ചെറിയുകയോ സ്വർണം കാലിലണിയുകയോ ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ സ്വർണം കാലിൽ അണിയാത്തവരുണ്ടായിരിക്കും, തീർച്ചയായിട്ടും അണിയാത്തവരുണ്ടായിരിക്കും ഈ കുറച്ച് കാര്യങ്ങളൊക്കെ കാരണം. ഇനി അറിഞ്ഞുകൊണ്ട് അണിയുന്നവരുണ്ടായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടെ പിന്നെയും കേട്ടിട്ട് ഇനിയും അണിയാനായി തന്നെ അത് തുടർന്നുകൊണ്ട് പോകാൻ തന്നെ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ മനസ്സെങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യാട്ടോ. ഇതൊന്നും ഒരാളിലും അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ഹിന്ദുമതത്തിൽ അങ്ങനെയാണ്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് നിർബന്ധപൂർവ്വം ചെയ്യണം എന്ന് ആരും എവിടെയും പറയുന്നില്ല. ഓരോരുത്തരും അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടാനുസരണം പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും മനസ്സിലായി എന്ന് തന്നെ കരുതണം കേട്ടോ.
ഇനി ഒരു കഥ പറയാട്ടോ. നമ്മൾ വരരുചിയുടെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വരരുചിയുടെ ആ 12 മക്കളുടെ കഥകൾ, അവരുടെ ദിവ്യത്വങ്ങളുടെ കഥകൾ. അപ്പം അങ്ങനെ ഒരു കഥയാണ് അകവൂർ ചാത്തൻ്റെ കഥയാണ് കേട്ടോ. ചാത്തൻ എന്നുള്ളത് പേരാണ്. അകവൂർ ഒരു മനയ്ക്ക് അവരുടെ ആ നമ്പൂതിരി കുടുംബത്തിലെ സഹായങ്ങളൊക്കെ ചെയ്യാൻ നിന്നിരുന്ന ഒരു ഭൃത്യനാണ് ചാത്തൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ നമ്പൂതിരിപ്പാടിനെ ഒരു അനർഹയായിട്ടുള്ള ഒരു സ്ത്രീയിലെ മനസ്സ് രമിച്ചു. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലല്ലോ, അത് ഒരു പാപമാണ്. ഈ പാപത്തിന് പരിഹാരമായിട്ട് ഗംഗാ സ്നാനം ചെയ്യാനായിട്ട് പോകുകയാണ് തീരുമാനിച്ചിട്ട്. അപ്പോൾ പോകുന്ന സമയത്ത് തൻ്റെ ഭൃത്യനായിട്ടുള്ള ചാത്തനെയും കൂടെ കൂട്ടി, എന്തെങ്കിലും ഒരു സഹായത്തിന് ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ചാത്തൻ എന്ത് ചെയ്തു, ഒരു ചുരയ്ക്ക, ഈ ചിരവയ്ക്ക എന്നൊക്കെ പറയും, അതൊരു പച്ചക്കറിയാണത്. കറി വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അതിൻ്റെ ആ ഒരു കൃത്യം ആ ഒരു പാകത്തിന് തന്നെ കറി വെക്കണം, അല്ലെങ്കിൽ നല്ല കയ്പാവും. മുതിർന്ന് ആ വലിപ്പമായി കഴിഞ്ഞാൽ നല്ല കയ്പുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചുരയ്ക്കായിട്ടാണ് നമ്പൂതിരിയുടെ കൂടെ ഗംഗാ സ്നാനത്തിനായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ പോയി അവിടെ എത്തിയിട്ട് നമ്പൂതിരി ഗംഗയിൽ സ്നാനമൊക്കെ ചെയ്തു. ചാത്തൻ മുങ്ങിയൊന്നും ചെയ്തില്ല കേട്ടോ. പകരം ഈ ചുരക്കുണ്ടല്ലോ അതിനെ മുക്കിയെടുത്തു. അതായത് നമ്പൂതിരി മുക്കുന്ന അത്രയും തവണ തന്നെ ഈ ഒരു ചുരക്കയും ഗംഗയിൽ മുങ്ങി കുളിച്ചു. എന്നിട്ടാണ് രണ്ടുപേരും കൂടെ തിരികെ ഇവരുടെ മനക്കിലേക്ക് എത്തിയത്. അങ്ങനെ എത്തി, പിന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം ഇദ്ദേഹം വിചാരിച്ചു ഇദ്ദേഹത്തിൻ്റെ പാപമൊക്കെ പോയി എന്നുള്ള വിശ്വാസത്തിലാണ് പിന്നെ പോണത്. അങ്ങനെ എന്ത് ചെയ്തു, ഒരു ദിവസം ഉച്ചത്തെ ഊണിനെ കഴിക്കാനായിട്ടിരിക്കുമ്പോൾ ഈ കറിയിൽ നല്ല കയ്പ്പ്. അപ്പോൾ ഇതെന്താണെന്ന് വിചാരിച്ചിട്ട് അന്തർജനത്തിനൊക്കെ വിളിച്ചിട്ട് നന്നായി വഴക്കൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കറിക്ക് അരിഞ്ഞു കൊടുത്തതേ ഈ ചാത്തനാണ്. അപ്പോൾ ഈ അരിഞ്ഞു കൊടുത്ത പച്ചക്കറിയിലായിരിക്കും ഇത്രയും കയ്പ്പുള്ളതെന്ന് വിചാരിച്ചിട്ട് ചാത്തൻ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇതെന്താ കയ്പ്പ്, എന്താ നീ അരിഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ ഈ ചുരക്കയാണ് അരിഞ്ഞത്, അന്ന് അങ്ങയുടെ കൂടെ സ്നാനത്തിന് പോയല്ലോ, അപ്പോൾ കൊണ്ടുപോയിട്ടുള്ള അതേ ചുരക്കയാണ്. അപ്പം എന്നത് ഇപ്പോൾ കയ്പ്പുള്ളത് നീ എന്തിനാ അരിഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതിപ്പോൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതായത് അങ്ങയുടെ പാപവും പോയിട്ടുണ്ടാവില്ല എന്നാണ് ചാത്തൻ പറയണത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതായത് അങ്ങ് ഇപ്പോൾ പാപമെല്ലാം പോകാൻ വേണ്ടിയിട്ടാണല്ലോ ഗംഗയിൽ സ്നാനത്തിന് പോയത്. അപ്പം ഞാൻ ഈ കഴിക്കുന്ന ചുരക്കെടുത്ത് കൊണ്ടുപോയിട്ട് ആ ഗംഗയിൽ സ്നാനം ചെയ്തിട്ടാണ് കൊണ്ടുവന്നേ. അപ്പോൾ അതിൻ്റെ കയ്പ് പോകേണ്ടതാണ്. പക്ഷെ എന്നിട്ടും കയ്പ് പോയില്ല. അപ്പം അങ്ങയുടെ പാപവും പോയിട്ടില്ല എന്നുള്ള കാര്യം തീർച്ചയാണെന്ന് പറഞ്ഞു. ഇതുകൊണ്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, തന്നെ കളിയാക്കിയിട്ടാണ് പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഇദ്ദേഹത്തിന് ലജ്ജ തോന്നുക ചെയ്ത്. തൻ്റെ പാപം പോയിട്ടില്ല എന്ന് തനിക്ക് മനസ്സിലാക്കി തരികയാണ് ചാത്തൻ ചെയ്തതെന്ന്. അപ്പോൾ പിന്നെ ഇതിനെന്താണ് പരിഹാരം വേണ്ടതെന്ന് അദ്ദേഹം തന്നെ ചാത്തൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ചാത്തൻ പറഞ്ഞു, അങ്ങേക്ക് എന്തിലാണോ മനസ്സ് രമിച്ചത് അതിൻ്റെ രൂപം, ഇപ്പോൾ സ്ത്രീയിലാണ്, അപ്പോൾ ആ സ്ത്രീയുടെ വലിയൊരു രൂപം ഉണ്ടാക്കിയിട്ട് അത് ഈ ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ ലോഹത്തിൻ്റെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് ഇരുമ്പാണ് കേട്ടോ, നന്നായി ചുട്ടുപഴിപ്പിക്കാം. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട്, അതായത് ഇവിടെ എത്രയധികം ആളുകളുണ്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി ആ ജനത്തിൻ്റെ മധ്യത്തിൽ വെച്ചിട്ട് അങ്ങ് അതിനെ ആലിംഗനം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അങ്ങയുടെ പാപമൊക്കെ പോകുക. അപ്പം താൻ ഇന്നതാണ് പാപം ചെയ്തത്, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണം ഈ പ്രതിമയെ ആലിംഗനം ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് സമ്മതിച്ചു. ഒരു സ്ത്രീയുടെ രൂപം, വളരെ വലിയ ഒരു രൂപം ലോഹത്തിൽ ഉണ്ടാക്കി. എന്നിട്ട് അത് തീയിലിട്ടിട്ട് ചുട്ടുപഴിപ്പിച്ചു. അപ്പോഴേക്കും എല്ലാവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ടോ. വിളംബരം ചെയ്യുന്ന പോലെയൊക്കെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എല്ലാ നാട്ടുകാരെയും ആ പരിസരത്തുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. എന്നിട്ട് ഈ രൂപം ഒന്നും എടുത്ത് പോക്കണമല്ലോ, ഈ കൊടിയിലൊക്കെ വെച്ചിട്ട് നല്ല തിളച്ചിട്ട് അല്ലെങ്കിൽ നല്ല ചുട്ടുപഴുത്തിരിക്കുന്നതാണ്, അത് ഉയർത്തി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നതാണ് പാപം ചെയ്തത്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ എൻ്റെ പാപം പോകുള്ളൂ, എൻ്റെ പാപമൊക്കെ ഇതാ ഞാൻ തീർക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് ഇങ്ങനെ അതിനെ ആലിംഗനം ചെയ്യുന്ന അടുത്ത തൊട്ടിലുള്ള നിമിഷമെത്തിയപ്പോൾ ചാത്തൻ വന്ന് പറഞ്ഞു, വേണ്ട, അങ്ങത് ചെയ്യണ്ട, അങ്ങയുടെ എല്ലാ പാപവും ഇല്ലാതായിരിക്കണോ, പോയി കഴിഞ്ഞിരിക്കണോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൂടെയുള്ള ജനങ്ങളൊക്കെ അത് സമ്മതിക്കുകയും ചെയ്തു. കാരണം ഈ പാപം ചെയ്തു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന പശ്ചാത്താപം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, വേറെ എല്ലാം നമ്മൾ വെറുതെ ചെയ്യുന്നതാണ്. പിന്നീട് നമ്മൾ പാപം ഗംഗയിൽ മുങ്ങി, നമ്മൾ പശ്ചാത്താപം ഉണ്ടാകണം നമ്മുടെ മനസ്സിൽ. നമ്മൾ അറിയാതെ ചെയ്ത തെറ്റുകൾക്കാവണം അതിൽ പോയിട്ട് മുങ്ങേണ്ടത്. പറഞ്ഞുകൊണ്ട് ചെയ്താണെങ്കിലും നമുക്കതിന് പശ്ചാത്താപമാണ് ആദ്യം മനസ്സിൽ ഉണ്ടാകേണ്ടത്. പിന്നെ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തെറ്റുകളൊന്നും ചെയ്യാനായിട്ടും പാടില്ല, അതും നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാ തെറ്റുകൾക്കും പ്രായശ്ചിത്തമാണ് ഏറ്റവും വലിയ പരിഹാരം എന്ന് അകവൂർ ചാത്തൻ തൻ്റെ നമ്പൂതിരിപ്പാടിന്, തൻ്റെ ഉടമസ്ഥനെ മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ അതാണ് കഥയായിട്ട് പറയണത്. ഈ കഥ വേറൊരു രീതിയിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അത് മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചുരക്കയ്ക്ക് പകരമായിട്ട്, കൈപ്പുള്ള ചുരക്കയ്ക്ക് പകരമായിട്ട് ഒരു കാഞ്ഞിരവടി കൊടുത്ത ഒരു കഥയും കൂടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ്, നമ്മൾ ഏതൊക്കെ പുണ്യസ്നാനങ്ങളിൽ പോയിട്ട് മുങ്ങി കുളിച്ചിട്ടും കാര്യമൊന്നുമില്ല, നമ്മുടെ മനസ്സിലുള്ള അഴുക്കാണ് പോകേണ്ടത്. നമ്മുടെ ശരീരത്തിലുള്ള അഴുക്ക് പോകാനായിട്ടാണ് നമ്മൾ കുളിക്കുന്നത്, മനസ്സിലുള്ള അഴുക്കാണ് പോകേണ്ടത്. അതും കൂടെ നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്.
പിന്നെ നാളെയാണ് 15-ാം തീയതി. നാളെ മുതലാണ് നമ്മൾ നാരായണീയം പകർത്തി എഴുതാനായിട്ട് ആരംഭിക്കണത്. അപ്പോൾ ഇന്ന് ലൈവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ലൈവ് ഉണ്ട് കേട്ടോ. ലൈവ് പലരും പറഞ്ഞ സമയത്തിൽ എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും വരാൻ സാധിക്കുന്ന, കൂടുതൽ പേർക്കും വരാൻ സാധിക്കുന്ന സമയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് രാത്രി 7 മണിക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും ലൈവിൽ കാണാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ നാരായണീയം പകർത്തി എഴുതുന്നതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആ സംശയങ്ങളൊക്കെ തീർത്തിട്ട് വളരെ ഭംഗിയായി തന്നെ നാളെ മുതൽ നമുക്ക് നാരായണീയം എഴുതി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഇനി ബാക്കി എല്ലാ കാര്യങ്ങളും നാളത്തെ വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ അലങ്കാരവും കഥകളും ഇതുപോലുള്ള പുതിയ എന്തെങ്കിലും അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.